നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. ഏത് നിമിഷവും ഇടിഞ്ഞു വീഴാറായ അവസ്ഥയിൽ മൂവാറ്റുപുഴ നഗരസഭ ടൗൺ ഹാൾ. ജീർണാവസ്ഥയിലുള്ള ടൗൺ ഹാൾ കെട്ടിടവും പരിസരവും മാലിന്യ നിക്ഷേപ കേന്ദ്രമായി മാറുന്നു. പരാധീനതകളുടെ നടുവിൽ മൂവാറ്റുപുഴ നഗരസഭ ടൗൺ ഹാൾ. ജീർണാവസ്ഥയിലുള്ള ടൗൺ ഹാൾ കെട്ടിടവും പരിസരവും മാലിന്യ നിക്ഷേപ കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. ഉപയോഗശൂന്യമായ ഇലക്ട്രിക് ഉപകരണങ്ങൾ, തുരുമ്പിച്ച ഫർണിച്ചർ, പഴയ വാഹന ഭാഗങ്ങൾ എന്നിവ ടൗൺ ഹാളിന് പിന്നിൽ കുമിഞ്ഞുകൂടിയിരിക്കുകയാണ്. നവീകരണം വൈകുന്നതോടെ ടൗൺ ഹാൾ അതീവ അപകടാവസ്ഥയിലാണ്. പല സ്ഥലങ്ങളിൽ നിന്നുമുള്ള മാലിന്യങ്ങൾ കൂട്ടുന്നതിനുള്ള ഇടമായി ടൗൺ ഹാൾ പരിസരം മാറിക്കഴിഞ്ഞുവെന്ന് മുൻ നഗരസഭാ കൗൺസിലർ ജാഫർ സാദിഖ് പറഞ്ഞു. വളരെ കാലങ്ങളായിട്ട് നഗരസഭയുടെ പല മേഖലകളിലും പറഞ്ഞു പോയിട്ടുള്ള കാര്യമാണ് ടൗൺ ഹാളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ക്ലീനിങ്ങും അതുമായിട്ട് ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. എന്നാൽ വളരെ കുറച്ച് കാലങ്ങളായിട്ട് ഈ ടൗൺ ഹാളിൻ്റെ പരിസരം വളരെയധികം മോശമായിട്ട് കിടക്കുന്ന രീതിയാണുള്ളത്. പഴകി കേടുവന്ന് തുരുമ്പിച്ച വണ്ടികളും അതുപോലെ തന്നെ കുറേ കസേരകളും മേശകളും ടൗണിൽ നിന്ന് ചെത്തുന്ന പുല്ലാണെന്ന് തോന്നുന്നു. അതൊക്കെ കൊണ്ട് കൂട്ടിയിടാനുള്ള ഒരു കേന്ദ്രമായിട്ട് ഈ ടൗൺ ഹാളിൻ്റെ പരിസരം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ മാലിന്യങ്ങൾ കൂട്ടാൻ വേണ്ടിയിട്ട് പ്രത്യേകമായിട്ടുള്ള സ്ഥലം സജ്ജീകരിക്കേണ്ടത് നഗരസഭയുടെ ഭരണാധികാരികളാണെന്നിരിക്കെ അതൊന്നും നോക്കാനുള്ള സമയം ഭരണാധികാരികൾക്ക് ഇന്ന് നിലച്ചു പോയിട്ടുണ്ടോ എന്നൊരു സംശയം എനിക്കുണ്ട്. നഗരസഭയിലെ മാലിന്യങ്ങൾ കൃത്യമായി നിക്ഷേപിക്കാൻ അധികാരികൾ നടപടിയെടുക്കുന്നില്ലെന്നും ജാഫർ സാദിഖ് പറഞ്ഞു. ജനങ്ങളുടെ സഭയായിട്ടുള്ള പാർലമെൻറ്റ്, അസംബ്ലി എന്നതുപോലെ തന്നെ ത്രിതല പഞ്ചായത്തിൽ ജനങ്ങൾക്ക് സംസാരിക്കാനുള്ള വേദികൾ അത് വേണ്ട രീതിയിൽ ക്രിയാത്മകമായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സംവിധാനം ഭരണ നേതൃത്വം എടുക്കണം. ഇവിടെ വെറുതെ കൂത്താട്ടവും അഴിഞ്ഞാട്ടവും വെറുതെ ഉന്തിമറിക്കലും തള്ളിമറിക്കലും ഒക്കെയാണ് നടക്കുന്നത്. പത്രപ്രസ്താവനകൾ വരുന്നു, ഓരോ കാര്യങ്ങൾ നടത്തി എന്ന് പറഞ്ഞു. എല്ലാത്തിനും ഞാൻ എന്നുള്ള ഭാവമാണ്. എന്തിനാണ് എൻ്റെ ആവശ്യം? ഇവിടെ ഭരണം നടത്താനുള്ള സംവിധാനം വളരെ കെടുകാര്യസ്ഥതയും ഒരു പിടിപ്പുകേടുമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അഴിമതിയെക്കുറിച്ച് ഞാനിപ്പോൾ പറയുന്നില്ല. ഓരോ സത്യവാങ്മൂലവും ഓരോ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഓരോ കാര്യങ്ങൾ കൊടുക്കുമ്പോൾ കൃത്യമായിട്ടുള്ള രേഖകൾ കൊടുക്കാതെ കളവ് മാത്രം പറഞ്ഞുകൊണ്ട് കളവ് പറയാൻ വേണ്ടി മാത്രം നാവ് ചലിപ്പിക്കുന്ന ഒരു ഭരണ നേതൃത്വമായി, ഒരു നഗരപിതാവായി ഇന്ന് നമ്മുടെ നഗരസഭയുടെ വേണ്ടപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ശക്തമായിട്ടുള്ള പ്രതിഷേധം ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകണം, വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകണം, നേതൃത്വ നിരയിൽ നിന്നുണ്ടാകണം, നേതാക്കന്മാരിൽ നിന്നുമുണ്ടാകണം. ഈ നഗരം നശിച്ചുകൂടാ. ഈ ടൗൺ ഹാൾ പുനരുദ്ധരിക്കണം. നല്ല രീതിയിൽ വളർന്നു വരുന്ന വിവിധ സ്ഥലങ്ങളിൽ നിന്നും ഒട്ടനേകം പേര് വിവാഹാവശ്യങ്ങൾ, മറ്റ് പൊതുസമ്മേളനങ്ങളൊക്കെ നടത്തുന്ന വേദിയാണ്, ഒരു സ്ഥാപനമാണ്, ഒരു ഹാളാണ് നമ്മുടെ മൂവാറ്റുപുഴ നഗരസഭയുടെ ടൗൺ ഹാൾ. ആ ടൗൺ ഹാൾ നശിപ്പിക്കാനുള്ള സംവിധാനമായിട്ടാണ് നഗരസഭ പോകുന്നത്. ശക്തമായിട്ടുള്ള പ്രക്ഷോഭം വരുന്ന സമയങ്ങളിൽ, ദിവസങ്ങളിൽ ഉയർത്തിക്കൊണ്ടുവരണമെന്ന് വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോട് ഒരു മുൻ കൗൺസിലർ എന്നുള്ള നിലയ്ക്ക് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ടൗൺ ഹാൾ നവീകരണത്തിനായി 1.5 കോടി രൂപയുടെ പദ്ധതിയാണ് നഗരസഭ ആവിഷ്കരിച്ചത്. പദ്ധതി ആവിഷ്കരിച്ച് പ്രാഥമിക പ്രവർത്തനങ്ങൾ ആരംഭിച്ചെങ്കിലും പുതിയ പാലം വരുമെന്ന പ്രഖ്യാപനം ഉണ്ടായതോടെ അനിശ്ചിതത്വം ഉടലെടുത്തത്. 2024-25 സാമ്പത്തിക വർഷത്തിൽ വകയിരുത്തിയ 50 ലക്ഷം രൂപയുടെയും 2025-26 സാമ്പത്തിക വർഷത്തിൽ വകയിരുത്തിയ 1 കോടി രൂപയും ഉൾപ്പെടെ 1.5 കോടി രൂപയുടെ നവീകരണ പ്രവർത്തനങ്ങൾക്കാണ് ഇവിടെ തുടക്കമിട്ടത്. ഏത് നിമിഷവും ഇടിഞ്ഞു വീഴാറായ അവസ്ഥയിലാണ് കെട്ടിടം നിൽക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മൂവാറ്റുപുഴ ന്യൂസ്.